ഇതാണ് കന്യാകുമാരിയിൽ നിന്ന് ആസാം വരെ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ട്രെയിനാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് രാത്രിയിലാണ് ഈ ഒരു ട്രെയിനിൽ കയറിയത്. നേരം വെളുത്തത്തേക്ക് നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ തേർഡ് ക്ലാസ് എ സിയിലാണ് യാത്ര ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാലേ പിന്നെയാണെങ്കിൽ കേരളം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, നാഗാലാൻഡ്, ആസാം ഇത്ര സ്റ്റേറ്റുകളാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ ആസാം വരെ എത്താൻ വേണ്ടി ഈ ഒരു വണ്ടി 4 ദിവസം എടുക്കുന്നുണ്ട്. അതിനായിട്ട് 4189 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു വണ്ടി ഓടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഓടി എത്താവുന്ന കേസേ ഉള്ളൂ. അത്ര പതുക്കെയാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. ഞാനിതിനകത്ത് യാത്ര ചെയ്തപ്പോൾ അങ്ങോട്ട് ശരിയാണ്, ഇങ്ങോട്ട് ശരിയാണ്, വളരെ വളരെ പതുക്കെയാണ് പോകുന്നത്. വേറെ ഏത് ലോക്കൽ ട്രെയിൻ വന്നു കഴിഞ്ഞാലും അത് പോകാൻ വേണ്ടി ഇത് അവിടെ പിടിച്ചിടും. മറ്റൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും കറക്റ്റ് 5 മിനിറ്റോ 2 മിനിറ്റോ അതിൻ്റെ സമയത്തിന് നിർത്തിയിടുന്നു. പക്ഷേ അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ചപ്പുറേക്ക് മാറിയിട്ട് ഏതെങ്കിലും ഒരു കാട് പിടിച്ച സ്ഥലത്ത് ഒരു 10 മിനിറ്റ് ചുമ്മാ അങ്ങ് പിടിച്ചിടും. പിന്നെ ലോക്കൽ വണ്ടികൾ വരെ കയറി പോകാൻ വേണ്ടി സൈഡ് കൊടുത്ത് അതിലേക്ക് ചവിട്ടിയിട്ട് പതുക്കെ പതുക്കെ പോയി അങ്ങനെ 4 ദിവസം കൊണ്ട് അവിടെ എത്തിക്കും. അതാണ് ഈ ഒരു വണ്ടിയുടെ സെറ്റപ്പ്. ഈ ഒരു വണ്ടിയിലാണെങ്കിൽ എ സി എടുത്തു കഴിഞ്ഞാലും സ്ലീപ്പർ എടുത്തു കഴിഞ്ഞാലും ജനറൽ എടുത്തു കഴിഞ്ഞാലും പുറത്തുനിന്ന് ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ട് ചുമ്മാ കയറും. ഇപ്പം നമ്മൾ തേർഡ് ക്ലാസ് എ സിയിലായിരുന്നു, പക്ഷേ അവിടെ ലോക്കൽ ടിക്കറ്റ് എടുക്കാത്തവരും ഇഷ്ടം പോലെ വന്ന് കയറുന്നുണ്ട്. സ്ലീപ്പറിൻ്റെ കാര്യമൊന്നും പറയണ്ട, ജനറലിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുമല്ലോ വേണ്ട. അതാണ് എൻ്റെ അവസ്ഥ. അത്ര ആളുകൾ ഇതിനകത്ത് വന്ന് കയറുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതിലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വളരെ വളരെ മോശമാണ്. ഞാൻ ഈ വണ്ടിയിലാണെങ്കിൽ ആസാമിന് പോയ സമയത്താണെങ്കിൽ മൊത്തത്തിൽ കുറച്ച് തിരക്ക് കുറവാണെന്നാണ് അതിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർ പറഞ്ഞത്. കാരണമാണെങ്കിൽ ഇപ്പം നമ്മുടെ ഭായിമാരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയമാണ്. ബംഗാളിൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ ഭായിമാർ ഇങ്ങോട്ട് വന്ന സമയത്തുകൊണ്ട് അങ്ങോട്ട് തിരക്ക് കുറവാണ്. ഇതാണ് വിവേക് എക്സ്പ്രസ്സിലെ എ സിയിലെ തേർഡ് ക്ലാസ്സിലെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടോയ്ലറ്റിൻ്റെ അവസ്ഥ. ഞാൻ ഇതിനകത്ത് എ സിയിലുള്ള അത്യാവശ്യം എല്ലാ ടോയ്ലറ്റും ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ട്. കാരണം 4 ദിവസമാണ് ഇതിനകത്ത് നമ്മൾ യാത്ര ചെയ്തത്. എല്ലാം വളരെ ശോകമാണ്. വാഷ് ബേസിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ പല സ്ഥലങ്ങളിലും ആൾക്കാർ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ ഈ പഴത്തൊലി മുതൽ കണ്ട വേസ്റ്റിൻ്റെ കവറ് മുതൽ എന്ന് വേണ്ട പല പല ഐറ്റംസും ഇട്ട് മൊത്തത്തിൽ ഒരു വളരെ മോശമായ ചുറ്റുപാട് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള്. ഈ ഒരു വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇത് കേരളം വിട്ടു കഴിഞ്ഞാൽ വളരെ പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരു സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഈ വണ്ടി ചിലപ്പോൾ ആസാമിലെത്തും. പക്ഷേ ഇതെല്ലാ സ്ഥലത്തും പിടിച്ചിട്ട് അങ്ങ് പോവാണ്. നമ്മൾ പല പല സ്റ്റേറ്റിൽ കൂടെ പോകുമ്പോൾ അവിടുത്തെ പല പല കൃഷികളും പല പല വീടുകളും ആൾക്കാരെയൊക്കെ കണ്ട് അങ്ങ് പോകാം. അതൊക്കെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഈ വണ്ടിയിൽ യാത്ര ചെയ്താൽ കുഴപ്പമില്ല. അതല്ലാണ്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ വണ്ടിയിലെ യാത്ര വൻ ദുരിതമാണ്. പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ വളരെ വളരെ മോശമാണ്. ഇതിനകത്ത് കിട്ടുന്ന ഫുഡൊക്കെ ഒരു ടേസ്റ്റും ഇല്ലയെന്ന് മാത്രമല്ല, ചില സമയത്ത് മര്യാദയ്ക്ക് വേവാത്ത ചോറൊക്കെ ആയിരിക്കും ലഭിക്കുന്നത്. പച്ചച്ചോറ് തിന്നേണ്ട അവസ്ഥയ്ക്കാണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ സൊമാറ്റോയിൽ നിന്നൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യാം. അതിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. പിന്നെ വളരെ ലേറ്റഡാണ് ഈ വണ്ടി പല സ്ഥലത്ത് ചെല്ലുന്നത്. അതുകൊണ്ട് ഫുഡ് കിട്ടാനും ഒരുപാട് സമയമെടുക്കും. 4 ദിവസം നിങ്ങളാണെങ്കിൽ ബാത്റൂം, വാഷ് ബേസിന്, മൊത്തത്തിലുള്ള ക്ലീനിങ് സെറ്റപ്പ്, ഫുഡ്, രാവിലെയുള്ള പല്ല് തേപ്പ്, ഇതൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതിലെ കാഴ്ചയൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് 4 ദിവസം കൊണ്ട് നമുക്ക് ആസാമിൽ ചെല്ലാൻ സാധിക്കും. കാരണം ഇതിനകത്ത് വൃത്തിയും കാര്യങ്ങളൊന്നും എ സി പോയി കഴിഞ്ഞാലും ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു യാത്ര നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴേ ഇതിങ്ങനെ വളരെ പതുക്കെ പോകുന്നുണ്ടോ, നമുക്ക് പുറത്തെ കാഴ്ചയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ പല സ്റ്റേറ്റുകൾ പോകുമ്പോൾ പല ടൈപ്പ് വീട്, ആളുകൾ, പലതരം കൃഷികൾ, പല പുഴകൾ, ഇതുപോലത്തെ പാലം, ഇതൊക്കെ നമ്മളിങ്ങനെ
മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാഴ്ചകൾ മാറുന്നുണ്ട്. ആ സമയത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ പിന്നെ പച്ചപ്പും വെള്ളം മാത്രമേ ഉള്ളൂ. അത് വേറൊരു സെറ്റപ്പാണ്. പക്ഷേ എങ്കിൽ ഫുൾ ടൈം അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് ആസാമിലേക്ക് പോയ സമയത്ത് ട്രെയിനിലാണെങ്കിൽ വലിയ തിരക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. തേർഡ് ക്ലാസ് എ സിയിലെ സ്ലീപ്പറിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വിവേക് എക്സ്പ്രസ് ആണ്. ഇതിലൊക്കെ കേരളം വിട്ട് കഴിഞ്ഞാൽ ചുമ്മാ ആൾക്കാർ ഇടിച്ചു കയറുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പല സ്റ്റേറ്റിലും പല റെയിൽവേ സ്റ്റേഷനിലും എത്തുമ്പോഴും ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടക്കും. അതല്ലാണ്ട് ഇപ്പോൾ വേറെ എന്ത് പരിപാടി, 4 ദിവസമാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നതേ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ചുമ്മാ എടുക്കും. എന്തായാലും ഈ വണ്ടി വളരെ പതുക്കെ പോകുള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് എവിടെ ചവിട്ടിക്കഴിഞ്ഞാലും കുറച്ച് നേരം ഇങ്ങനെ ഇറങ്ങിയൊക്കെ നടക്കാൻ പറ്റും. പിന്നെ എൻ്റെ കൂടെ വേറെ 2 പേര് ഉള്ളത് കൊണ്ട് നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആവശ്യമില്ല, അവർ നോക്കിയോളും. പിന്നെ നല്ല അടിപൊളി മഴ പെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ ചാടുന്നതാണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നതേ. ഇതിലും വലിയ വൃത്തിയുള്ള ഏരിയ ഒന്നും അതിനകത്ത് നോക്കിയിട്ട് ഞാൻ കണ്ടൊന്നുമില്ല. എന്തായാലും ഇതൊക്കെയാണ് ഒരു ആവറേജ് വൃത്തിയായിട്ട് കിടക്കുന്ന ഏരിയ. വിവേക് എക്സ്പ്രസ്സിൽ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. എ സി ആണെങ്കിലും നമ്മൾ രാത്രിയിൽ പിന്നെ നീല ലൈറ്റ് കത്തിച്ചിട്ട് കിടക്കുകയാണ്. അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, നമ്മളാണെങ്കിൽ ആസാമിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരു തിരക്കുമില്ല, വണ്ടി കാലിയാണ്. പിന്നെ നമുക്കിതിനകത്ത് ഓടി കളിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ കണ്ടോ ഇപ്പോൾ ആസാമിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ആസാമെന്ന് വെച്ചാൽ കേരളത്തിനേക്കാൾ വലിയ സ്റ്റേറ്റാണ്. ഇവിടുന്ന് വണ്ടി ഓടിയിട്ട് ഇനിയിപ്പോൾ നാഗാലാൻഡൊക്കെ ജസ്റ്റ് കയറിയിട്ട് ആണ് നമ്മൾ ആസാമിൻ്റെ അവസാന ഭാഗത്തേക്ക് ചെല്ലുന്നത്. എന്തായാലും നല്ല ഒരു പച്ചപ്പൊക്കെ ആയിരിക്കും ഇനി ആസാമിലേക്ക് കയറുന്നതുകൊണ്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നതേ. കണ്ടോ, ഇങ്ങനെയാണ് ആസാം. മൊത്തത്തിൽ ഒരു പച്ചപ്പും എല്ലായിടത്തും വെള്ളവും ഉണ്ടായിരിക്കും. ആസാം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ കേരളം പോലെ തന്നെ ഇരിക്കും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സ്റ്റേറ്റുകളിൽ പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്തൊന്നും വലിയ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കിട്ടിയ വീഡിയോസ് ആണെങ്കിലും ഒരു മെനയിലായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ ഇപ്പോൾ ആസാമിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. ഇനി അങ്ങോട്ടേ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ മൊത്തത്തിൽ പച്ചപ്പും വെള്ളവും മാത്രമായിരിക്കും. നമ്മുടെ കേരളത്തിലെ ഏകദേശം സെയിം സെറ്റപ്പ് പോലെയാണ് ആസാമും ഇരിക്കുന്നത്. തെങ്ങുണ്ട്, വാഴയുണ്ട്, കേരളത്തിലുള്ള സകലമാന കാട്ടുചെടികളും അവിടെയുണ്ട്. ആസാമിലെ ജനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പാവപ്പെട്ടവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ വീടുകളിലാണ് താമസിക്കുന്നത്. അവരിങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. കൂടുതലും അവർ അരിയാഹാരമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഈ ചോറും പിന്നെ നമ്മുടെ ദാലൊക്കെയാണ് അവർ കഴിക്കുന്നത്. എല്ലാവരും ഒരു പാവ സെറ്റപ്പാണ്. അങ്ങനെ വലിയ ജാതി മത അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നൈസ് ആൾക്കാരാണ്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള നദിയാണ് ഇത്, ബ്രഹ്മപുത്ര. ചൈനയിൽ നിന്നാണ് ഈ നദി വരുന്നത്. അത് ആസാം വഴി നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ ചെല്ലുവാണ്. ചൈന, അരുണാചൽ പ്രദേശ്, ആസാം അങ്ങനെ പോവാണ് ഈ നദി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വീതിയുള്ള നദിയാണ്. കുറേ സമയത്താണ് ഈ ഒരു നദി നമ്മുടെ ട്രെയിൻ അങ്ങ് യാത്ര ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ നല്ല അടിപൊളി പച്ചപ്പും, എവിടെ നോക്കിയാലും പച്ചപ്പും വെള്ളവും മാത്രമേ ഉള്ളൂ ആസാമിൽ. നോക്കിക്കഴിഞ്ഞാൽ ആസാമിലുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കൂട്ട് കരിങ്കലൊന്നും ലഭ്യമല്ല. അവിടെ ആണെങ്കിൽ അങ്ങനെ വലിയ മലകളൊന്നുമില്ല, എല്ലാം നിരന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വീടൊക്കെ പണിയുന്നത് മിറ്റിലൊക്കെ ഉണ്ടാക്കുന്നതേ ഈ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ നദിയിൽ നിന്നാണെങ്കിൽ വെള്ളാരം കല്ലില്ലേ, പുഴയുള്ള കല്ല്, ആ കല്ല് പറക്കിയെടുത്തിട്ട് അത് പൊട്ടിച്ച് മിറ്റിലാക്കിയിട്ട് അത് ഉപയോഗിച്ചാണ് കോൺക്രീറ്റൊക്കെ ചെയ്ത് അവിടെ വീടുണ്ടാക്കുന്നത് ആസാമിലെ. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സെറ്റപ്പ്. ആ ബ്രഹ്മപുത്ര നദിയുടെ ആ ഒരു പാലം കഴിഞ്ഞ് കഴിയുമ്പോഴേ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ട്രെയിൻ ഇങ്ങനെ വളഞ്ഞങ്ങ് പോകും. ആ വളഞ്ഞു പോകുന്ന സ്ഥലം കാണാൻ ഒരു പ്രത്യേക ലുക്കാണ്. ആ ട്രെയിൻ ഉൾപ്പെടെ അങ്ങ് വളഞ്ഞങ്ങ് പോകുമ്പോൾ ഒരു കാണാനുള്ള ഫീല് നല്ല സെറ്റപ്പാണ്. കണ്ടോ, ഈ താഴത്തെ വീടൊക്കെ നോക്കി നല്ല അടിപൊളി പച്ചപ്പിൽ നിൽക്കുന്ന ഒരു സെറ്റപ്പാണ്. പിന്നെ അങ്ങോട്ട് വാഴയായി, തെങ്ങായി, കമുകായി എന്ന് വേണ്ട നമ്മുടെ തനി കേരളം എങ്ങനെ ഇരിക്കുന്നോ അതേപോലെയാണ്. ആസാമിന് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ റബ്ബർ വന്നിട്ടുണ്ട്. റബ്ബർ മരം കാണിച്ചു കേട്ടോ, നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്.
പിന്നെയാണെങ്കിൽ തേയിലത്തോട്ടം കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതെന്തോ തേക്ക് പോലെ ഇരിക്കുന്ന സാധനമാണ്, ചിലപ്പോൾ തേക്കായിരിക്കും. പിന്നെയാണെങ്കിൽ ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് വാർക്കാക്കട്ടറൊക്കെ വന്നു തുടങ്ങി. നേരത്തെ പഴയ വീടൊക്കെ മൊത്തം ഷീറ്റിട്ട വീടാണ്. പിന്നെയാണെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നു, അവിടെ നിന്ന് അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആസാമിലെ റബ്ബർ മരങ്ങൾ കൃഷി ചെയ്തേക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കോട്ട് ഇഷ്ടം പോലെ റബ്ബർ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ തേയിലത്തോട്ടമാണ് ഈ കാണുന്നത്. ആസാമിലെ തേയിലത്തോട്ടം ഇങ്ങനെയാണ്. അവിടെ ഇങ്ങനെ മലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മൂന്നാർ പോലെ അല്ല, മൊത്തത്തിൽ ഇങ്ങനെ പരന്നു കിടക്കുകയായിരിക്കും തേയിലത്തോട്ടം. പക്ഷേ അതും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കണ്ടോ, അതിനിടയ്ക്ക് ഇഷ്ടം പോലെ മരങ്ങൾ വെച്ചിട്ടുണ്ട്. എന്ത് മരമാണ് അറിയത്തില്ല, പക്ഷേ തേയില മരങ്ങളും ഇങ്ങനെ നിൽക്കുവാണ്. ഒരുപാട് ദൂരങ്ങളിൽ നമുക്കിങ്ങനെ തേയിലത്തോട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും വണ്ടി അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് പിന്നെ കുറേ നെൽപ്പാടങ്ങളും അങ്ങനെ പല പല കൃഷികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ഷീറ്റിട്ട വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അവിടേക്കാണ് അവർ താമസിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ ഒരു പച്ചപ്പ് തന്നെയാണ്. എവിടെ നോക്കിയാലും ചെറിയ ചെറിയ തോടും പുഴയും പിന്നെ ഇങ്ങനെ കുറേ പാടങ്ങളും അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു തിരക്കുമില്ല, കാണിച്ചു കേട്ടോ, ചുമ്മാ കാലടിച്ച് എടുക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാം കേട്ടോ. എ സിക്കുള്ളിൽ ഇപ്പോൾ ആളൊക്കെ മൊത്തത്തിൽ ഇറങ്ങിയിട്ട് വണ്ടി ഏതാണ്ട് കാലിയായി, ഒരു മനുഷ്യൻ തന്നെ ഇല്ല. പിന്നെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല പച്ചപ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആന്ധ്രയിലും ഒഡീഷയിലും ബംഗാളിലൊക്കെ അറിഞ്ഞപ്പോൾ ഈ വണ്ടി നിറച്ചും ആളുകളായിരുന്നു. ഇപ്പോൾ വണ്ടിയിൽ ആൾ കുറഞ്ഞു, കുറച്ച് സ്പീഡൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ അതിലൊക്കെ പിടിച്ച് ഇട്ടാണ് പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഇത് ആസാമിൽ കൂടെ മാത്രമല്ല, ഇടയ്ക്ക് കുറച്ച് നേരം നാഗാലാൻഡിൽ കൂടെ നമ്മൾ കയറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസാമിലേക്ക് കയറി അങ്ങനെയാണ് ഈ ഒരു വണ്ടി അങ്ങ് പോകുന്നത്. ഇതാണിപ്പോൾ ആസാമിലെ ഒട്ടുമിക്ക വീടിൻ്റെ അവസ്ഥകൾ. നമുക്കിങ്ങനെ ഷീറ്റിട്ട വീടായിരിക്കും നമ്മൾ കൂടുതലും ആസാമിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ വീട് കണ്ടിട്ട് പിന്നെ നമ്മൾ കുറേ നെൽപ്പാടങ്ങളും ഏതാണ്ട് മരങ്ങളും അങ്ങനെയുള്ള കാഴ്ചയൊക്കെ തന്നെയാണ് എവിടെ നോക്കിയാലും കാണാനുള്ളൂ. കണ്ടോ, പിന്നെ നെൽപ്പാടങ്ങൾ. ഇവിടെ നമുക്ക് കുറച്ചധികം സമയമുണ്ട്. ഇവിടെ ഒരു 10-20 മിനിറ്റ് കണ്ട് വണ്ടി പിടിച്ചിടുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് അങ്ങ് യാത്ര ചെയ്താൽ പിന്നെ ഫുള്ള് നെൽപ്പാടം പോലെയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ കിടക്കുവാണ്, ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ നമുക്ക് ദോക്കത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുവാണ്. ഈ ആസാമെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കുമായിരിക്കും. കൂടുതലും ഈ ആൾക്കാർ താമസിക്കാത്ത കാട് പിടിച്ച സ്ഥലങ്ങളായിരിക്കും കിടക്കുന്നത്. അങ്ങനെ നമ്മൾ നാഗാലാൻഡിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇതാണ് നാഗാലാൻഡിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്ത് ആകെ ഒരു കോലം കെട്ട ഒരവസ്ഥയിലാണ്. എൻ്റെ ഇപ്പോഴത്തെ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആസാമിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നാഗാലാൻഡ് എത്തിയിരിക്കുകയാണ്.
അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരം നാഗാലാൻഡിൽ കൂടെ പോയിട്ട് പിന്നെയും ആസാമിലേക്ക് കയറുകയാണ്. അങ്ങനെ പോയപ്പോഴേ അവസാനത്തെ സ്റ്റോപ്പിൽ നമ്മൾ രാത്രിയായപ്പോൾ എത്തിയിരിക്കുകയാണ്. അതാണ് ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും താഴെ അറിയിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനിൽ രാത്രി എത്തി. അതോടെ യാത്ര അവസാനിച്ചു.